Welcome back to our channel, Our Happiness. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ബുധനാഴ്ചകൾ നമുക്ക് കുക്കിംഗ് വീഡിയോസ് ആണ്. അപ്പോൾ ഇന്ന് ബുധനാഴ്ചയാണ്, ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഡിഷിന്റെ പേരാണ് മസാല ഓട്സ്. നമുക്ക് ഹെൽത്തി ആയിട്ട് നമുക്ക് കടകളിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബ്രാൻഡ്സിന്റെ മസാല ഓട്സ് അവൈലബിൾ ആണ്. പക്ഷെ അതിനകത്ത് പ്രിസർവേറ്റീവ്സും എല്ലാം അവർ ആഡ് ചെയ്തിട്ടുണ്ടാവും. സോ അതൊന്നും നമുക്ക് വേണ്ട. നമുക്ക് ഹെൽത്തി ആയിട്ടും ടേസ്റ്റി ആയിട്ടും എങ്ങനെ വീട്ടിൽ മസാല ഓട്സ് ഉണ്ടാക്കാന്നുള്ളതാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഓട്സ് ഭയങ്കര ഹെൽത്തിയാണ്. ഇത് പിള്ളേർക്കും വലിയവർക്കും ഒക്കെ കഴിക്കാവുന്ന നല്ലൊരു ഡിഷാണ്. വെയിറ്റ് ലോസിന് പറ്റിയ ഒരു റെസിപ്പിയാണ്. സോ എല്ലാവരും ട്രൈ ചെയ്യണം. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ മസാല ഓട്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടാകുമ്പോൾ 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. എണ്ണ ഒന്ന് ചൂടായതിന് ശേഷം നമ്മളിതിലോട്ട് സവോള, ഒരു ചെറിയ സവോള അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിത് ഒരാൾക്കുള്ള ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് എല്ലാം കുറച്ച് എടുത്തിട്ടുള്ളൂ. സോ ഒരു ചെറിയ സവോള ആഡ് ചെയ്ത് കൊടുത്തു. ഇനി അത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ആയതിന് ശേഷം ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ വെളുത്തുള്ളിയാണ് മാത്രമേ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉള്ളവർക്ക് അതും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ വെജിറ്റബിൾസ് 1 by 1 ആഡ് ചെയ്യാണ്. ഞാൻ ക്യാരറ്റാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ബാക്കിയുള്ള വെജിറ്റബിൾസ് ഇഷ്ടമുള്ളത് ഏതാണെന്ന് വെച്ചാൽ അതൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി ആ വെജിറ്റബിൾസൊക്കെ ഒന്ന് കുക്കാവാനായിട്ട് ഒരു 2 minutes അടച്ച് വേവിക്കണം. ഇനി തുറന്ന് അതിലോട്ട് മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ, ചില്ലി പൗഡർ ഒരു 1/2 ടീസ്പൂൺ തൊട്ട് 3/4 ടീസ്പൂൺ വരെ ആഡ് ചെയ്യാം. അതുപോലെ തന്നെ ഗരം മസാല ഒരു 1/2 ടീസ്പൂൺ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് മസാലാസൊക്കെ മിക്സ് ചെയ്ത് നന്നായിട്ട് വഴറ്റണം. വഴറ്റി മസാലയൊക്കെ മൂത്ത് കഴിയുമ്പോൾ നമ്മളതിലോട്ട് ഒരു ചെറിയ തക്കാളി ചെറുതായി അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നന്നായി മിക്സ് ചെയ്യുക. ആ തക്കാളി കുടഞ്ഞ് വരുന്നൊരു പരുവത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മസാല എല്ലാം കൂടി മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതിലോട്ട് 1 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ പറഞ്ഞത് ഒരാളുടെ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് 1 കപ്പ് വെള്ളമാണ് ഞാൻ ആഡ് ചെയ്തേക്കുന്നത്. ഇനി നന്നായി ഒന്ന് തിളച്ച് വരുമ്പോൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം ടേസ്റ്റിനനുസരിച്ച്. ഇനി അതിലോട്ട് ഒരു 1/2 കപ്പ് ഓട്സാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇനി ആ വെള്ളത്തിൽ കിടന്ന് ആ ഓട്സ് ഒന്ന് നന്നായി വേവണം. സോ അതിന് വേണ്ടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മസാലസൊക്കെ ഓട്സിൽ കോട്ടാവണം പോലെ നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതൊന്ന് നമുക്ക് ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വേവിക്കാം. ഓട്സിന് അധികം വേവില്ല എന്നറിയാമല്ലോ. അപ്പോൾ ഒരു 2 മിനിറ്റൊക്കെ വയ്ക്കുമ്പോൾ തന്നെ ഓട്സ് പാകമായി കിട്ടിക്കോളും. അപ്പോൾ ഇപ്പോൾ ഓട്സ് അത്യാവശ്യം പാകമായിട്ടുണ്ട്. ഇനി അതിലോട്ട് ഞാൻ കുറച്ച് പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പെപ്പർ പൗഡറൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് ആഡ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഏത് കൺസിസ്റ്റൻസിയിൽ വേണമെങ്കിൽ, ഇത്തിരി വെള്ളമായിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ ഡ്രൈ ആയിട്ട് എടുക്കണമെന്ന് വെച്ചാൽ അതാ ഇഷ്ടമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. അപ്പോൾ ഏത് കൺസിസ്റ്റൻസിയിലാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കൺസിസ്റ്റൻസിയിൽ എടുക്കണം. ഇനി ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഒറിഗാനോ, ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് ഒറിഗാനോ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമ്മുടെ ഹെൽത്തി ഓട്സ്, മസാല ഓട്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു ഹെൽത്തി ഡിഷാണ്. വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യണവർക്ക് നല്ല പറ്റുന്നൊരു ഡിഷാണ്. നമ്മൾ കടകളിലൊക്കെ കിട്ടുന്ന അതേ മസാല ഓട്സിൻ്റെ സെയിം ടേസ്റ്റ് തന്നെയാണ് ഇതിന്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ റെസിപ്പീസായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.